ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ മുതിര വച്ചിട്ടാണ്. മുതിര എല്ലാവർക്കും ഇഷ്ടമാണോ? ഒരുപാട് ഗുണങ്ങളേറിയതാണല്ലോ മുതിര. അങ്ങനെ ആദ്യം നമ്മൾ ഒരു ബൗളിൽ കുറച്ച് മുതിര എടുക്കുക. എന്നിട്ട് ഒരു പാൻ എടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കുക. നല്ല രീതിയിലൊന്ന് ചൂടാക്കി കൊടുക്കുക. ചൂടായി അതിൻ്റെ നിറമൊക്കെ മങ്ങി വരും. മുതിര നല്ല വേവുള്ളതാണ്. ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നല്ലതായിട്ട് നമ്മൾ ചൂടാക്കി കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ നിറങ്ങളിലൊക്കെ മങ്ങി തുടങ്ങും. ആ സമയമാണ് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇട്ടതുപോലെ അല്ലല്ലോ, ഇപ്പം നല്ല ചുമന്ന് രണ്ട് രീതിയിലുള്ള കളറുണ്ടായിരുന്നേ. വെള്ളയും ചുമപ്പും ഉണ്ടായിരുന്നു കേട്ടോ. മിക്സ് ചെയ്തിട്ടാണ് ഞാൻ വാങ്ങിയ മുതിര ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ചേർത്ത് നല്ല മൂപ്പിച്ചിട്ടുണ്ട്. അതൊന്ന് ആറിയ സമയത്ത് നമുക്ക് എന്ത് ചെയ്യുന്നറിയോ, വെള്ളം ഇതിൽ ഒഴിച്ച് കുതിരാനായിട്ട് വെച്ച് കൊടുക്കുക. ഞാനിവിടെ കുക്കറിൽ തന്നെ വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് 2-3 വെള്ളം കഴുകിയിട്ട് പിന്നെ വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് 2-2.5 മണിക്കൂർ വെച്ചിട്ടുണ്ടേ. നല്ല വേവുള്ള സാധനമാണ് കേട്ടോ. ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ നല്ല വേവാണേ. നമ്മളിത് വറുത്തതിന് ശേഷം 2.5 മണിക്കൂർ കുതിരാൻ വച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ കുക്കറിലിട്ടിട്ടുണ്ട്. അതിൽ നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പാകത്തിന് ഉപ്പും കൂടി ഇട്ടിട്ടാണ് നമ്മൾ കുക്കറിൽ വിസിൽ വയ്ക്കുന്നത്. ഉപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് തേങ്ങ, ജീരകം, മുളക് പൊടി, വെളുത്തുള്ളി, 2 കഷ്ണം ചെറിയ ഉള്ളി, ഒരു പച്ചമുളകും കറിവേപ്പിലയും കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതെല്ലാം ചേർത്ത് നല്ല പേസ്റ്റ് പരുവത്തിലൊന്നും അരയ്ക്കേണ്ട. നമ്മൾ എരിശ്ശേരിയൊക്കെ ഉണ്ടാക്കത്തില്ലേ, അതുപോലെ ആ പരുവത്തിലൊന്ന് അരച്ചെടുക്കുക. അങ്ങനെ നമ്മൾ കുക്കർ തുറന്നപ്പോൾ ആദ്യം ഒരു 5 വിസിൽ കേട്ടിട്ട് പോലും വെന്തിട്ടില്ലേ. വീണ്ടും ഞാൻ ഒരു 5 എണ്ണം കൂടി കേൾപ്പിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ദാണ്ട ഈ പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് മിക്സിയിൽ കുറച്ച് പകുതി എടുത്ത് മിക്സിയിലൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല കുറുകുറ, നമുക്ക് നല്ല ഗ്രേവി നല്ല കുറുകുറായിട്ടിരിക്കും കേട്ടോ. ഇത് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ ഈ തവി വെച്ച് തന്നെ നല്ല രീതിയിലൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫുള്ളും എല്ലാം നല്ല രീതിയിൽ നമുക്ക് ഉടച്ചു കൊടുത്താൽ നമുക്ക് ആ പരുവത്തിൽ കിട്ടും. പിന്നെ ഇത്രയും നല്ല മുഴുവനായി ഇങ്ങനെ കിടക്കണ്ടെന്നുള്ളവർക്ക് നമുക്കൊന്ന് മിക്സിയിലിട്ടൊന്ന് പകുതി എടുത്ത് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഒത്തിരി അരയ്ക്കേണ്ട, ചെറിയതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മളെല്ലാം ഉടച്ച് ഞാൻ സ്പൂൺ വെച്ച് തന്നെ നല്ല രീതിയിൽ ഉടച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ആഡ് ചെയ്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി ചേർത്ത് നല്ലതായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ആ സമയം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഞാനൊരു കുറച്ച് കട്ടിക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒഴിച്ചേറിയുടെ പരുവാണെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് കടുക് വറുക്കാനായിട്ട് വെളിച്ചെണ്ണ, വറ്റൽമുളക്, കടുക്, കറിവേപ്പില, കുറച്ച് കൂടുതൽ ചെറിയ ഉള്ളിയും കൂടിയിട്ട് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ച് കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് നല്ല മൂത്ത് വരട്ടെ കേട്ടോ. ആ സമയം എൻ്റെ ചാനലും എൻ്റെ റെസിപ്പിയൊക്കെ ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ ഡെയിലി പറയുന്ന കാര്യമാണ്. എല്ലാവരും സപ്പോർട്ട് ഇനി എനിക്ക് ഉണ്ടാവണം. എന്നാൽ മാത്രമേ എനിക്ക് ഇനി ഡെയിലി വീഡിയോസായിട്ട് വരാൻ പറ്റത്തുള്ളൂ. അതാണ് എല്ലാം പാകമായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ കടുക് വറുത്തത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ ഈ കടുക് വറുത്തതിന് ശേഷം ഇങ്ങനെ 5 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കുക. ഇളക്കേണ്ട ആവശ്യമില്ല. 5 മിനിറ്റ് അടച്ചതിന് ശേഷം നമ്മളത് തുറന്ന് ഇളക്കിയെടുത്ത് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ചെയ്താൽ. അപ്പം ഇതുവരെ മുതിര ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ കുറച്ച് അരപ്പോട് കൂടെയാണല്ലോ നമ്മൾ അടച്ചു വെച്ചത്. പിന്നെ നമ്മൾ ഇളക്കി നോക്കിയപ്പോൾ നല്ല കട്ടിക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്കിത് മതിയായിരുന്നു കേട്ടോ. നമ്മൾ ഇത് തന്നെയാണ് വെച്ച് കഴിച്ചത്. കുറച്ച് ഉരുളക്കിഴങ്ങും മെഴുക്ക് വരട്ടിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൂടി വെച്ച് കഴിച്ച് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവരും വലിയ സപ്പോർട്ടിന് ഒരുപാട് നന്ദി. അപ്പോൾ നാളെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതാണ്. ടാറ്റ, ബൈ ബൈ, സി യു.